ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കാരണം 2004 ഡിസംബർ 7 ഇതുപോലെയുള്ള ഒരു ദിവ്യകാരുണ്യ ആരാധനാ മധ്യയാണ് പരിശുദ്ധ അമ്മ ഈ കൃപാസനം അൾത്താരയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് അരുളി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥമാണ് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ലഭിക്കുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ലഭിച്ച എല്ലാ കൃപകൾക്കും മഹത്വം, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിക്കുവാൻ ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ ഉടമ്പടി വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പലട്ടുന്ന വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഇത്രയും വേഗം പഠിക്കുവാൻ, തിരുമനസ്സാകുന്ന സമയം പഠിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് അൾത്താരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കർത്താവിൻ്റെ ഒരു ചിന്ത, ഈശോ തന്ന ചിന്തയാണെന്ന് ഞാനത് കരുതുകയാണ്. അതായത് നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് പലരും ഇതിലെ മുടങ്ങാതെ കുടുംബപ്രാർത്ഥന നടത്തുന്നവരും കുറേ നല്ല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് അരൂപി പ്രാപിച്ചവരിതിലുണ്ടെന്നാണ് ഒരു സൂചന. വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെയാണ്. നിങ്ങളെക്കുറിച്ച് പലർക്കും നല്ല സ്പിരിച്വൽ അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഈശോ പറയണത്. നല്ല അസസ്മെൻ്റ് ഉണ്ടെന്ന്. പക്ഷേ വെൻ വി കം ടു ദി കവനൻ്റ് പ്രേയർ, നമ്മൾ ഒരു കവനൻ്റ് പ്രേയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പോസിഷൻ വേണ്ടത് നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങണ പോലെ തുടങ്ങണം. catch me, സീറോയിൽ നിന്ന്, ഡിവൈഡ് ഓഫ് യുവർ മെറിറ്റ്സ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി അതൊരു മെറിറ്റായിട്ട് വരും, യോഗ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയോട് ഒരു രാജിക്ക് തയ്യാറാകണം. കർത്താവേ, ആസ് യു നോ, നിനക്കറിയാവുന്ന പോലെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ഞാൻ നീയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ്, നിൻ്റെ പ്രതി നിൻ്റെ ജീവിതത്തെ
നിൻ്റെ വചനമനുസരിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി എന്നോട് തന്നെ മൽപ്പിടുത്തം നടത്തുന്നയാളാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നൗ ഇപ്പോഴും മുതൽ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിഫറെൻറ്റ് തിങ്. ഇതൊരു ഡിഫറെൻറ്റ് തിങ്ങാണ്. നമ്മൾ മറ്റ് ഏതെങ്കിലും ഇന്ന് വരെ നമുക്ക് പരിചിതമായ പ്രാർത്ഥനാ രീതികളുമായിട്ട് ഇതിന് എസെൻഷ്യൽ റിലേഷൻസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുൻവിധികളുണ്ടെങ്കിൽ അതിനോട് രാജി പറഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. ഒന്നേന്ന് തുടങ്ങി കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമുക്കറിയാം ദൈവം എപ്പോഴും കൊതിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കവനൻ്റ് എന്ന് പറയണത്. ഞാനീ പട്ടമൊക്കെ ആഘോഷിക്കുന്ന കാര്യം പട്ടത്തെ ഞാനൊരു കവനൻ്റായിട്ട് ആദ്യം മുതലേ കണ്ടത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഉടുപ്പൊന്നും മാറ്റത്തില്ല, സാധാരണഗതിയിൽ സഭാവസ്ത്രം മാറ്റത്തില്ല. ഇൻ കേസ് സാഹിത്യ അക്കാദമി പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലോസറ്റ്സ് ലാട്രിനൊക്കെ അത്ര ഗുണമുള്ളതല്ലാത്ത കൊണ്ട് അപ്പം മാത്രമാണ് ഞാൻ പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കിടക്കാൻ നേരത്ത് ചില സമയത്ത് ഉടുപ്പിട്ടൊക്കെ തന്നെ കിടക്കും. അവിടുത്തെ സിറ്റുവേഷൻസ് മോശമാണെങ്കിൽ ഞാൻ പാൻസിട്ട് ആണ് ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുന്നത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സഭാവസ്ത്രം വാങ്ങിക്കുന്ന മുമ്പ് ഞാൻ ഈശോയുമായിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. 2 എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. ഒന്ന്, മെത്രാനച്ച എന്നാ പറഞ്ഞാലും മോതിരം മുത്തി പോരുകയുള്ളൂ, അതിനെതിരെ ഒരു വാക്ക് സംസാരിക്കത്തില്ലെന്ന് കവനൻ്റ് പറഞ്ഞായിരുന്നു സഭ. അതാണ് കർത്താവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം. മെത്രാനച്ചനെ അത് ഞാൻ ഡീക്കനായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു നോട്ടാണ്. അപ്പോസ്തലൻ എന്നാ പറഞ്ഞാലും നീ കേട്ടാൽ മതിയെന്ന്. അപ്പോൾ അപ്പോസ്തലൻ എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. അത് കാരണം ഭയങ്കര ദുരിതം പിടിച്ച ഇടവകയിലൊക്കെ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് വെച്ച് തട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു അക്ഷരം പോകാൻ പറ്റത്തില്ലെന്ന്, അത് ബുദ്ധിമുട്ടാണെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ കവനൻറ്റ്. നമ്മുടെ റിലേഷൻ ദൈവമായിട്ടുള്ളത് ഒരു ഉടമ്പടിയാണ്. നമ്മൾക്ക് ഉടമ്പടിയോട് വരുന്നത്, എൻ്റെ മക്കളൊരു വിശ്വസ്തത. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച്, കർത്താവായ ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഉടമ്പടിയിലെ അങ്ങയോട് അങ്ങയുടെ കൃപാവരത്താൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസ്തത പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴ് നമ്മൾ പഴയ നിയമങ്ങൾക്ക് ഉള്ള വാഗ്ദാനം എന്താണ്?
അതായത് പഴയ നിയമങ്ങളിലെല്ലാം ദൈവം ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ക്ലിയർ അല്ലേ? ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യും. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് വിഷയം വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റുകളുണ്ട്. ഒന്ന് സ്പേസും രണ്ടാമത്തെ ടൈമുമാണ്. വീണ്ടെടുപ്പ് വരുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റ്. ഇപ്പം നിങ്ങളുടെ തന്നെ പ്രശ്നം, നിങ്ങളുടെ തന്നെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാകോടമ്പടി, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസ് പ്രോബ്ലംസ്, ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പുമായിട്ട് വരുന്ന ഒരു ദൈവം ആ ഉദ്യമത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യേണ്ട 2 എൻറ്റിറ്റീസ് ഉണ്ട്. ഒന്ന് പ്ലേസും ഒന്ന് ടൈമുമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ പാടായിരിക്കും. പഴയ നിയമത്തിലൊക്കെ ദൈവം കൂടുതൽ അഡ്രസ്സ് ചെയ്തിരുന്നത് സ്ഥലമാണ്. സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് കൊടുക്കും. നിൽക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം കൊടുക്കുക. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്ന് വെച്ചാൽ, എന്തിനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നത്? എന്തിനാണ് ഇപ്പം തന്നെ മോസസിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ എബ്രാഹത്തിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു. സ്ഥലം ക്ലിയർ അല്ലേ? മോസസിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം നീ നല്ല സ്ഥലത്താവെന്ന് എത്തിയിരിക്കണത്. അവർ ഇടിയുണ്ടാക്കി പോകുന്നതാണല്ലോ. ചില സമയത്ത് നമ്മൾ ഇടിയുണ്ടാക്കി കഴിയുമ്പോൾ ദൈവം തന്നെ ഇടിയുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്തേക്കൂടെ. അപ്പോൾ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നല്ല സ്ഥലത്ത് ചേട്ടാനിയമായിട്ടൊരു കൊളീഷൻ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നാത്തുമായിട്ടൊരു പോരുണ്ടായി, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ അമ്മയും മരുമോളും തമ്മിൽ ഗുസ്തി ഉണ്ടായി, വിഷമിക്കേണ്ട. പക്ഷേ ആ ഒരു ഗുസ്തിയിലൂടെ ചിലപ്പോൾ ദൈവം നിങ്ങളെ നല്ല സ്ഥലത്തേക്ക്, വിശുദ്ധമായ സ്ഥലത്തേക്ക്, നിനക്ക് വളർന്ന് തഴച്ച് വളരാൻ പറ്റിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യായിരിക്കും. ഇറ്റ്സ് എ ഷിഫ്റ്റിംഗ് ടൈം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പറ്റി അയ്യോ അങ്ങനെ ഉണ്ടായില്ല, എൻ്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, ചേട്ടനോട് അങ്ങനെ പറഞ്ഞില്ല, നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ലഭ്യനായില്ല, ഇങ്ങനെ ഒന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കഥയുമില്ല. കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എങ്ങനെയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസസ് ഒരു ഇടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആരോട് ഇടി ഉണ്ടാക്കിയത്? ഒരു ഈജിപ്ഷ്യനുമായിട്ട് ഇടിയുണ്ടാക്കി അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവനെ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും കൈയടിച്ചുകൊണ്ട് ആരാധനയോടെ ശ്രുതികണ്ഠ ഹല്ലേലൂയ. സ്വരത്തിലെ
Praise the Lord. Take the word of God. പുറപ്പാട് 2:11-12. പുറപ്പാട് 2:11-12. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്ന അടിയുണ്ടായി. ഈജിപ്തുകാരൻ യഹൂദനെ അടിക്കണത് കണ്ട് മോസസ് നേരിട്ട് കണ്ട്. അവൻ ചുറ്റും നോക്കി. മോസസിന്റെ രക്തം തിളച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. ഇതോടുകൂടി പ്രശ്നമായിപ്പോയി. ഒരു പ്രശ്നം, ഒരു വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം. നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ പുറത്തോട്ട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പരാകുകയല്ല വേണ്ടത്. കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു. ചില സൂചന അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണ എല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടിയൊന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ഇടയ്ക്ക് 10,700 വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട്. ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ കാണാനില്ല. എന്താണ്? മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ അമ്മ എന്തി, ഭർത്താവിൻ്റെ അമ്മ എന്തി? അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും. ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഞാനിവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് കാച്ചുള്ളൂ എന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ സൈലൻ്റ് ആകണം. മനസ്സിലായില്ലേ? വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണം? സൈലൻ്റ് ആകണം. ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത്. ഇപ്പം അവരങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത്തരം സംസാരിച്ചത് ഭാഗയുടെ ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ് അവർ ഏൽക്കുക. ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും. നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ഇപ്പം നമ്മുടെ ഈ മനസ്സിലിങ്ങനെ ഇളക്കമില്ല. എപ്പോഴും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ, സങ്കടം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ല, അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇളക്കം വരത്തില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും. നമുക്ക് ഉറക്കമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറെന്നാണ് പറയണത്. കുഴഞ്ഞ ചേറിൽ നിന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്നറിയാവോ? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ബൈബിളിൻ്റെ രീതി. കുഴഞ്ഞ ചേറായിരിക്കും. കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ ചെയ്തുപോയ തെറ്റിനെ ഓർത്തിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട്, ചിലപ്പോൾ വൈരാഗ്യവും, ചിലപ്പോൾ പകയും പ്രതികാരവും. അപ്പോൾ ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേറെന്നാണ് വിളിക്കണത്. ഇന്ന് ഈ കുഴഞ്ഞ ചേറ്റ് വെച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ക്ലിയറാണ്. കുഴഞ്ഞ ചേറ്റിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം ഉടനെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം 42. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ദൈവരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവം കാരുണ്യമേ നീ വരൂ ദൈവം കാരുണ്യമേ നീ വരൂ ദൈവം കാരുണ്യമേ
കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ദൈവരൂ ദിവ്യ കാരുണ്യമേ, ദൈവരൂ ദൈവ കാരുണ്യമേ. ശ്രമിച്ച് ചെയ്ത് പാടാം. ദൈവരൂ ദിവ്യ കാരുണ്യമേ, ദൈവരൂ ദൈവ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 40:2. സങ്കീർത്തനം 40:2. ഭീകരമായ ഗർത്തത്തിൽ നിന്നും എന്ന് പറഞ്ഞ ഭീകരമായ ഗർത്തത്തിൽ നിന്നും, ഭീകരമായ ഗർത്തത്തിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കയറ്റി. എവിടെ കയറ്റിയെന്ന് പറഞ്ഞോളൂ. അടുത്ത വചനം വായിച്ചോളൂ. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ നേരത്തെ കാൽവെപ്പുകൾ സുരക്ഷിതമല്ലായിരുന്നു, അതാണ് വിഷയം. അപ്പൊ ദൈവം ഒരു ഷിഫ്റ്റിംഗ് നടത്തും. ചില സമയത്ത് മോസസിനെ ഷിഫ്റ്റ് ചെയ്യണം, കണ്ടില്ലേ? മോസസ് നിൽക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. സഹോദരന്മാരെ കണ്ടപ്പോൾ, ഇസ്രായേൽ സമൂഹത്തെ കാണാൻ പോയതാണ്. കണ്ടപ്പോൾ അവന് സങ്കടം വന്ന്. കാര്യം എന്താണ്? വൈക്കോലും വേണ്ട സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല, ഇഷ്ടികയുടെ എണ്ണം ഫറവ് കുറക്കണില്ല. അപ്പോൾ കുറഞ്ഞ റിസോഴ്സ് കൊണ്ട്, വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവരടിയും മേടിക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ ഈജിപ്തുകാരനോട് മോസസിന് വെറുപ്പായി. ഈജിപ്തുകാരുടെ മൊത്തമുള്ള വെറുപ്പാണ് ഒരു ഈജിപ്തുകാരനെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് കൊന്ന് മണ്ണിൽ പൊത്തിക്കളഞ്ഞത്. പക്ഷെ ഉടനെ ദൈവം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്യണേ കാണാം, അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന്. അപ്പം നമ്മളെ അവിശുദ്ധമായ സ്ഥലത്ത് വീണ്ടും നിന്നാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. യു മസ്റ്റ് ബി ഷിഫ്റ്റഡ്. അത് നിങ്ങൾ പറയണം, കർത്താവേ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണം. നിങ്ങളുടെ മാനസികാവസ്ഥയായാം, പെരുമാറ്റ രീതികളാകാം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നാൽ ഉടനെ നിങ്ങൾക്ക് കിട്ടാനുള്ള വാഗ്ദാനം എന്താണ്? നിങ്ങളെ പാറയ്ക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യും. അതാണ് വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതി. ഇപ്പം പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യണത്. ഇപ്പം മോസസിനോടും ഇപ്പോൾ എബ്രാഹും അങ്ങനെ ചെയ്തത്. എബ്രാഹത്തിന് അതാണ് സംഭവിച്ചത്. അങ്ങേരും ഇതുപോലെ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. വിഗ്രഹാരാധനയും ദൈവത്തിനെ അറിയാത്ത ആൾക്കാരും പലതരത്തിലുള്ള പാപമാലിന്യങ്ങളിൽ പെട്ട മനുഷ്യരും അങ്ങനെ കുഴഞ്ഞ ഒരു ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എബ്രാഹത്തിന് ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഹാരാനിൽ നിന്ന് വിളിച്ചോണ്ട് പോരും, കാനാൻ ദേശത്തേക്ക് വിളിച്ചോണ്ട് പോരും. അപ്പോൾ ദൈവം ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിലായ? സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സങ്കേതമെന്ന് പറയണത്. മനസ്സിലായില്ലേ? സുരക്ഷിത സങ്കേതം. സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സുരക്ഷിതമായ സങ്കേതം. അത് നമ്മുടെ റൈറ്റാണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുരക്ഷിത സങ്കേതം? ബൈബിളിൽ തന്നെ ദൈവത്തെ വിളിക്കണത് സുരക്ഷിത സങ്കേതമെന്നാണ് വിളിക്കണത്. കർത്താവിൻ്റെ സങ്കേതവും പാറയും കോട്ടയുമാണെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ
എൻ്റെ സങ്കേതവും നീ